ലണ്ടനിൽ നിന്നും ബോംബെയിലേക്ക് മെഡിറ്ററേനിയൻ കടലിലൂടെ SS നർഗുന്ദ എന്നൊരു കൂറ്റൻ യാത്രാക്കപ്പൽ ഇങ്ങനെ മെല്ലെ ഒഴുകി നീങ്ങുകയാണ്. 15 ദിവസങ്ങൾ നീളുന്ന ഒരു വലിയ കടൽ യാത്രയാണത്. ആ കപ്പലിൻ്റെ ഡെക്കിൽ അനന്തമായ ആ സമുദ്രത്തിലേക്ക് നോക്കി ചിന്താമഗ്നനായി ഒരാൾ നിൽപ്പുണ്ട്. തലയിലൊരു തലപ്പാവും വച്ച് തീക്ഷ്ണമായ കണ്ണുകളുള്ള ആ 33-കാരനായ ഇന്ത്യക്കാരൻ്റെ പേരാണ് ചന്ദ്രശേഖര വെങ്കട്ടരാമൻ, അഥവാ നമ്മൾ ഭാരതീയർ അഭിമാനത്തോടെ നെഞ്ചിലേറ്റിയ സാക്ഷാൽ CV രാമൻ. അദ്ദേഹം ആ കപ്പലിൻ്റെ ഡെക്കിൽ വെറുതെ കാറ്റ് കൊള്ളാൻ നിന്നതല്ല. ആ മനസ്സിനെ വളരെ ലളിതമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു ചോദ്യം ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കടലിന് നീല നിറം? അന്നത്തെ ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് പോലും ഉത്തരം നൽകാൻ കഴിയുന്ന വളരെ ലളിതമായൊരു ചോദ്യമായിരുന്നു അത്. പക്ഷെ CV രാമന് ലോകം അംഗീകരിക്കുന്ന ആ ഉത്തരത്തിനോട് വിയോജിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തിരികെ ഇന്ത്യയിലെത്തിയ ശേഷം തൻ്റെ ഗവേഷണം ഇതുതന്നെ ആകട്ടെ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. ആ നിമിഷത്തിൽ നിന്നാണ് ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നായ രാമൻ എഫക്റ്റിലേക്കുള്ള ആവേശകരമായ യാത്ര തുടങ്ങുന്നത്. ഇന്നോളമുള്ള ചരിത്രത്തിൽ ഇന്ത്യയിൽ ഗവേഷണം ചെയ്ത് നൊബേൽ സമ്മാനം നേടിയ ഒരേ ഒരു ഇന്ത്യക്കാരൻ CV രാമനാണെന്നുള്ള അറിവ് ഒരേ സമയം CV രാമനോടുള്ള ആദരവ് ഉയർത്തുന്നതാണെങ്കിൽ പോലും ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിന് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു ഗവേഷണ നേട്ടം പിന്നീടുണ്ടായിട്ടില്ല എന്ന വിഷമിപ്പിക്കുന്ന സത്യം തിരിച്ചറിയൽ കൂടിയാവുന്നു. ഇന്ന് നമുക്ക് CV രാമൻ്റെ വിപ്ലവകരമായ കണ്ടെത്തലിനെക്കുറിച്ച് സംസാരിക്കാം, രാമൻ എഫക്റ്റിനെക്കുറിച്ച്. നമസ്കാരം. സഹപാഠിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആയിരത്തി 1921 കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന സമയത്താണ് ലണ്ടനിൽ നടക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ കോൺഗ്രസിൽ പങ്കെടുക്കാൻ ഡെലിഗേറ്റായി CV രാമനെ യൂണിവേഴ്സിറ്റി അയക്കുന്നത്. ശബ്ദത്തെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ അപ്പോഴേക്കും ലോക പ്രശസ്തമായിരുന്നു. കോൺഫറൻസിൽ വെച്ച് JJ തോംസൺ, ഏണസ്റ്റ് റദർഫോർഡ് തുടങ്ങിയ അതികായന്മാരായ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞരെ കണ്ട് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ സംവദിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടി. തിരികെ മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള യാത്രയിൽ വെച്ച് അദ്ദേഹത്തെ അലട്ടിയ ചോദ്യമാണ്, എന്താണ് കടലിൻ്റെ നീല നിറത്തിന് കാരണം? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിലെന്തിരിക്കുന്നു? ആകാശത്തിൻ്റെ നിറം നീലയാണ്. ആ നീല നിറം കടൽ വെള്ളത്തിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ടല്ലേ കടലിന് നീല നിറം കിട്ടുന്നത്? അതെ, അന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചിരുന്നതും അതുതന്നെയായിരുന്നു. അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്ന സാക്ഷാൽ റോഡ് റെയിലെയാണ് അന്ന് ആ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ആകാശത്തിൻ്റെ പ്രതിഫലനമാണ് കടലിൻ്റെ നീല നിറത്തിന് കാരണമെന്ന്. ആകാശത്തിൻ്റെ നിറത്തെ വിശദീകരിച്ച വ്യക്തിയും ലോർഡ് റെയ്ലി തന്നെയാണ്. പക്ഷേ റെയ്ലിയുടെ സിദ്ധാന്തം പൂർണ്ണമായി വിശ്വസിക്കാൻ CV രാമൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ ഉപകരണം ഉണ്ടായിരുന്നു. നിക്കോൾ പ്രിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രശ്നത്തിലൂടെ അദ്ദേഹം കടലിലേക്ക് നോക്കി. ഈ നിക്കോൾ പ്രിസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പോളറൈസ്ഡ് ആയിട്ടുള്ള പ്രകാശത്തെ അത് ബ്ലോക്ക് ചെയ്യും. പോളറൈസേഷൻ എന്നത് പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആകാശത്ത് നിന്ന് വരുന്ന പ്രകാശം പോളറൈസ് ചെയ്യപ്പെട്ട പ്രകാശമാണ്. അങ്ങനെയെങ്കിൽ പ്രിസത്തിലൂടെ നോക്കുമ്പോൾ ആകാശത്തിലെ പ്രകാശം, അതായത് ആകാശത്തിൻ്റെ നിറം കാണാൻ കഴിയില്ല. ഇനി കടലിൻ്റെ നിറം ആകാശത്തിൻ്റെ നിറം പ്രതിഫലിക്കുന്നതാണെങ്കിൽ നിക്കോൾ പ്രിസത്തിലൂടെ കടലിലേക്ക് നോക്കുമ്പോൾ കടലിൻ്റെ നീല നിറവും ബ്ലോക്ക് ചെയ്യപ്പെടും. ഇരുണ്ട കടലായിട്ട് നമുക്ക് തോന്നും. എന്നാൽ CV രാമൻ കടലിലേക്ക് ഈ ഉപകരണത്തിലൂടെ നോക്കിയപ്പോൾ അപ്പോഴും കടൽ നീല നിറത്തിൽ തന്നെ കാണപ്പെട്ടു. ഇതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഉറപ്പായി. കടലിൻ്റെ നീല നിറത്തിന് കാരണം ആകാശമല്ല, മറിച്ച് വെള്ളത്തിലെ തന്മാത്രകൾ പ്രകാശവുമായി നടത്തുന്ന എന്തോ ഒരു റിയാക്ഷനാണ്. സൂര്യപ്രകാശം കടലിൽ പതിക്കുമ്പോൾ അതിലുള്ള ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ പോലെയുള്ള ഉയർന്ന തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് ഉള്ള നിറങ്ങളെല്ലാം ജലതന്മാത്രകൾ വലിച്ചെടുക്കുകയും നീല, വയലറ്റ് പോലെയുള്ള തരംഗദൈർഘ്യം കുറഞ്ഞ നിറങ്ങളെ ജലതന്മാത്രകൾ സ്കാറ്റർ ചെയ്യുകയും ചെയ്യുന്നു. CV രാമൻ അന്ന് ഈ പ്രോസസ്സിന് മോളിക്കുലാർ ഡിഫ്രാക്ഷൻ എന്നാണ് വിളിച്ചത്. ആ കപ്പൽ ബോംബെയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കപ്പലിൽ ഇരുന്നു കൊണ്ട് രാമൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നേച്ചർ എന്ന പ്രശസ്തമായ സയൻസ് ജേണലിലേക്ക് ഒരു കത്തെഴുതി അയച്ചു. അത് പബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്തു. നമ്മൾ ഇനിയും രാമൻ എഫക്റ്റിലേക്ക് എത്തിയിട്ടില്ല. ഈ രാമൻ എഫക്റ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്നും അതെങ്ങനെയൊക്കെയാണ് സ്കാറ്റർ ചെയ്യുന്നതെന്നും നമ്മൾ അറിയണം. വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ഇരുട്ട് മുറിയിലിരിക്കുകയാണ്. ജനലിലെ ഒരു ചെറിയ വിടവിലൂടെ സൂര്യപ്രകാശം മുറിയിലേക്ക് അടിക്കുന്നു. ആ പ്രകാശത്തിൻ്റെ പാതയിൽ ഒരുപാട് പൊടിപടലങ്ങൾ പാറിപ്പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിന് കാരണം എന്താണ്? പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ഈ പൊടിപടലങ്ങളിൽ തട്ടി അത് പല വശങ്ങളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സയൻസിൽ സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. പ്രകാശം ഒരു തരംഗം അഥവാ വേവ് ആണെന്ന് നമുക്കറിയാം. ഈ വേവിന് ഒരു വലിപ്പമുണ്ട്. അതിനെ വേവ് ലെങ്ത് എന്ന് പറയും. അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളുടെയോ മോളിക്യൂളുകളുടെയോ വലിപ്പത്തേക്കാൾ ഒരുപാട് വലിയ വേവ് ലെങ്തുള്ള പ്രകാശമാണെങ്കിൽ അത് സ്കാറ്റർ ചെയ്യാനുള്ള സാധ്യത കുറയും.
സൂര്യപ്രകാശത്തിൽ പല നിറങ്ങളുമുണ്ട്. എല്ലാ നിറങ്ങൾക്കും വ്യത്യസ്തമായ വേവ് ലെങ്തുകളാണ്. അതുകൊണ്ട് അന്തരീക്ഷത്തിൽ വെച്ച് ചില നിറങ്ങൾ കൂടുതലായി ചിതറിക്കപ്പെടും അഥവാ സ്കാറ്റർ ചെയ്യപ്പെടും. വേവ് ലെങ്ത് കുറഞ്ഞ നിറങ്ങളായ വയലറ്റും നീലയും ഒക്കെയാണ് ഇങ്ങനെ കൂടുതലായി ചിതറുന്നത്. അങ്ങനെ ആകാശത്തിൻ്റെ നിറം നീലയായി കാണാൻ കഴിയുന്നു. ഇങ്ങനെ നടക്കുന്ന സ്കാറ്ററിങ്ങിനെയാണ് റെയ്ലി സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഒരു രസകരമായ കാര്യം കൂടി പറയാം. നമ്മുടെ സൂര്യൻ യഥാർത്ഥത്തിൽ മഞ്ഞയല്ല. സൂര്യപ്രകാശത്തിലെ നീല നിറത്തിൽ കുറച്ച് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ചിതറിപ്പോകുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള നിറങ്ങൾ ചേർന്ന് സൂര്യനെ നോക്കുമ്പോൾ നമുക്ക് മഞ്ഞയായിട്ട് തോന്നുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റെയ്ലി സ്കാറ്ററിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ് എന്നാണ്. അതായത് ഒരു ഫോട്ടോൺ ഒരു തന്മാത്രമായി കൂട്ടിയിടിച്ച് ചിതറുമ്പോൾ അതിന് ഊർജ്ജം നഷ്ടപ്പെടുന്നില്ല, പുതിയതായി ഊർജ്ജം കിട്ടുന്നുമില്ല. ഊർജ്ജം മാറാത്തതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യവും അതായത് വേവ് ലെങ്തും അതുപോലെ നിറവും ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു. ഇതിൻ്റെ പ്രോസസ്സ് അല്പം കൂടി വിശദീകരിക്കുകയാണെങ്കിൽ ഒരു ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കാണുന്നത് ഒരു ഗ്രാഫാണ്. ഇതിൽ ഏറ്റവും താഴെയുള്ള വര സൂചിപ്പിക്കുന്നത് മോളിക്യൂളിൻ്റെ ബേസ് എനർജിയാണ്. അതായത് സാധാരണ അവസ്ഥയിൽ ആ തന്മാത്രയ്ക്കുണ്ടാകുന്ന എനർജി. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഊർജ്ജം സ്റ്റെപ്പായിട്ടാണ് കൂടാറുള്ളത്. ഞാൻ മുകളിലേക്ക് 2-3 എനർജി ലെവലുകൾ വരച്ചാൽ അതിനർത്ഥം ഏറ്റവും ബേസ് ലെവലിൽ നിൽക്കുന്ന മോളിക്യൂള് ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ മുകളിലെ ലെവലുകളിലേക്കാണ് എത്തേണ്ടതെന്നാണ്. ഇതിനിടയിൽ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു തന്മാത്രയിലേക്ക് പ്രകാശം വന്ന് തട്ടുമ്പോൾ ആ മോളിക്യൂളിലെ ഇലക്ട്രോൺ ക്ലൗഡ് താൽക്കാലികമായി ഒരു വെർച്വൽ എനർജി സ്റ്റേറ്റിലേക്ക് ഉയർത്തപ്പെടുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം 10⁻⁻14 സെക്കൻഡുകൾക്കുള്ളിൽ ആ തന്മാത്ര അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് അഥവാ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. ഇത് പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുന്നതുകൊണ്ട് പുറത്തു വരുന്ന ഫോട്ടോണിന് ആദ്യം പതിച്ച പ്രകാശത്തിൻ്റെ അതേ എനർജി തന്നെയായിരിക്കും. എനർജി ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു മോളിക്യൂളിലേക്ക് പ്രകാശം കുറച്ച് എനർജി കൊടുക്കുന്നു. എനർജി വാങ്ങി ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് എത്തുകയും അധിക നേരം അവിടെ നിൽക്കാൻ സാധിക്കാതെ കിട്ടിയ എനർജി മറ്റൊരു പ്രകാശമായി പുറത്തു വിട്ടുകൊണ്ട് തിരികെ ആദ്യം ഉണ്ടായിരുന്ന ഊർജ്ജ നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതാണ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. സിമ്പിളായി പറഞ്ഞാൽ എത്ര ഊർജ്ജം കിട്ടിയോ അത്രയും ഊർജ്ജമായിരിക്കും പുറത്തു വിടുക. പ്രകാശത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എത്ര വേവ് ലെങ്തിലുള്ള പ്രകാശമാണോ പതിച്ചത് അതേ വേവ് ലെങ്തിലുള്ള പ്രകാശമായിരിക്കും പുറത്തേക്ക് വിടുക. കപ്പൽ യാത്ര കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ രാമന് പിന്നീട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. പ്രകാശം സ്കാറ്റർ ചെയ്യുന്ന ആ പ്രതിഭാസത്തോട് രാമൻ്റെ ഒരു വല്ലാത്ത ഒബ്സഷനായി മാറി. അദ്ദേഹം കൽക്കട്ടയിലെ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് സയൻസ് IACS എന്ന സ്ഥാപനത്തിൽ തൻ്റെ പരീക്ഷണങ്ങൾ വ്യാപകമാക്കി. ഇന്നത്തെ പോലെ കോടികൾ വിലമതിക്കുന്ന കമ്പ്യൂട്ടറോ ഉപകരണങ്ങളോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ആയുധം. പ്രോപ്പറായി വൈദ്യുതീകരിക്കുക പോലും ചെയ്യാത്ത ഒരു പരീക്ഷണശൈലിയായിരുന്നു അത്. ആ പരിമിതികളിൽ നിന്നുകൊണ്ടും അദ്ദേഹം തൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. തൻ്റെ ശിഷ്യനായ KS കൃഷ്ണനുമായി ചേർന്ന് അദ്ദേഹം രാപകലില്ലാതെ പരീക്ഷണങ്ങൾ തുടങ്ങി. ദ്രാവകങ്ങളിൽ പ്രകാശം തട്ടിച്ചിതറുന്നത് പഠിക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പരീക്ഷണത്തിനായി വൈദ്യുത ലാമ്പുകളില്ലാതിരുന്ന ആദ്യകാലത്ത് സൂര്യപ്രകാശം തന്നെയാണ് അവർ പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. സൂര്യപ്രകാശം ധാരാളമായി ഉണ്ടെങ്കിലും പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ തീവ്രത അതിനില്ല. പിന്നീട് 1927 IACSൽ 7 ഇഞ്ച് വലിപ്പമുള്ള ഒരു റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് കിട്ടി. ഇതുപയോഗിച്ച് സൂര്യപ്രകാശത്തെ ഒരു ചെറിയ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ കരുത്തുറ്റ ഒരു പ്രകാശ സ്രോതസ്സ് അവരുണ്ടാക്കിയെടുത്തു. തുടർന്ന് 1928 ആയപ്പോഴേക്കും വിപണിയിൽ മെർക്കുറി ആർക്ക് ലാമ്പുകൾ ലഭ്യമായി തുടങ്ങി. അതോടെ സൂര്യപ്രകാശത്തിന് പകരം കൂടുതൽ തീവ്രതയുള്ള മെർക്കുറി ലാമ്പുകൾ അവരുപയോഗിക്കാൻ തുടങ്ങി. അവർ ചെയ്ത പരീക്ഷണം കേൾക്കാൻ വളരെ സിമ്പിളാണ്. ഇന്ന് അതൊരു സാധാരണ കോളേജിലെ സയൻസ് ലാബിൽ നടത്താവുന്ന പരീക്ഷണമാണ്. എന്നാൽ അന്ന് അതിൻ്റെ ഫലം ചരിത്രമായിരുന്നു. ദ്രാവകങ്ങളിലൂടെ പ്രകാശം കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നെന്നറിയാൻ അവരൊരു സിസ്റ്റം ഉണ്ടാക്കി. ഒരു ലിക്വിഡ് സാമ്പിളിലേക്ക് സോളാർ സ്പെക്ട്രത്തിലെ വയലറ്റ് നിറത്തിലുള്ള പ്രകാശം മാത്രം കടത്തിവിടാനായിട്ട് ഒരു വയലറ്റ് ഫിൽറ്റർ ഉപയോഗിച്ചു. റെയ്ലി സ്കാറ്ററിംഗ് പറയുന്നതിനനുസരിച്ച് സ്കാറ്റർ ചെയ്ത് പുറത്തു വരുന്ന പ്രകാശവും വയലറ്റ് തന്നെ ആയിരിക്കണം. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. സാമ്പിളിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിന് 90 ഡിഗ്രിയിൽ മറ്റൊരു വയലറ്റ് ഫിൽറ്റർ കൂടി വച്ച് റെയ്ലി സ്കാറ്ററിംഗ് നിരീക്ഷിക്കാൻ കഴിയും. സ്വാഭാവികമായും പുറത്തു വരുന്ന ഭൂരിഭാഗം പ്രകാശവും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ രാമനും കൃഷ്ണനും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കണ്ടെത്തി. പുറത്തു വരുന്ന പ്രകാശത്തിൽ ഭൂരിഭാഗവും വയലറ്റ് തന്നെയാണെങ്കിലും അതിൽ നേരിയ തോതിൽ മറ്റൊരു നിറം കൂടി കലർന്നിട്ടുണ്ട്. വയലറ്റ് നിറത്തെ കൂടാതെ ദ്രാവകത്തിൽ നിന്ന് പുറത്തു വരുന്ന നിറം ഏതാണെന്ന് കണ്ടെത്താൻ ഒരു പച്ച ഫിൽറ്റർ ഉപയോഗിച്ച് നിരീക്ഷിച്ചു. ഈ സമയത്ത് വയലറ്റ് പ്രകാശത്തെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുകയും പച്ചപ്രകാശം ഉണ്ടെങ്കിൽ തെളിഞ്ഞു കാണുകയും ചെയ്യും. അത് തന്നെ സംഭവിച്ചു. ദ്രാവകം സ്കാറ്റർ ചെയ്ത് പുറത്തു വിടുന്ന പ്രകാശത്തിനോടൊപ്പം കുറഞ്ഞ അളവിൽ പച്ച നിറവും ഉണ്ട്. 60ഓളം വ്യത്യസ്ത ദ്രാവകങ്ങളിൽ അവർ ഈ പരീക്ഷണം ആവർത്തിച്ചു. എല്ലാത്തിലും ഈ മാറ്റം അവർ കണ്ടു. ഇതൊരു യൂണിവേഴ്സൽ പ്രതിഭാസമാണെന്ന് രാമൻ ഉറപ്പിച്ചു. ലോകത്ത് അന്നുവരെ ആരും കാണാത്ത ഒരു പുതിയ പ്രതിഭാസം. എന്നാൽ കണ്ണുകളെ മാത്രം വിശ്വസിച്ച പോരല്ലോ ശാസ്ത്രത്തിന്, അളവുകൾ വേണം. ഈ മാറ്റങ്ങളെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് അളക്കാൻ രാമൻ ആദ്യം ഒരു പോക്കറ്റ് സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിച്ചു.
പിന്നീട് അതിലും കൃത്യതയ്ക്കായി ഒരു ക്വാർട്സ് സ്പെക്ട്രോഗ്രാഫ് എന്ന ഉപകരണം വെച്ച് ഈ സ്പെക്ട്രത്തിൻ്റെ ഫോട്ടോ എടുത്തു. അതിൻ്റെ വേവ് ലെങ്ത് കൃത്യമായി അളന്നു. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വിപ്ലവകരമായ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ്. തീയതി 1928 ഫെബ്രുവരി 28. ഈ പരീക്ഷണം പൂർണ്ണ രൂപത്തിൽ വിജയിച്ച ഫെബ്രുവരി 28 നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഒട്ടും വൈകാതെ അദ്ദേഹം 1928 മാർച്ച് 16 ഇന്ത്യൻ ജേണൽ ഓഫ് ഫിസിക്സിൽ അത് പ്രസൻറ്റ് ചെയ്തു. മാത്രമല്ല ഇതിൻ്റെ 2000-ഓളം റീപ്രിൻറ്റുകൾ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. തൻ്റെ പരീക്ഷണ നേട്ടത്തെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം എന്ന വാശിയായിരുന്നു അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ രാമൻ എഫക്റ്റ് അഥവാ രാമൻ സ്കാറ്ററിംഗ്? ഞാനൊരു സിമ്പിൾ സിറ്റുവേഷൻ പറയാം. നിങ്ങളൊരു ടെന്നീസ് ബോൾ എടുത്ത് ഒരു ഉറപ്പുള്ള കോൺക്രീറ്റ് ചുവരിലേക്ക് ശക്തിയായി എറിയുന്നു എന്ന് കരുതുക. ആ ബോൾ ചുവരിലിടിച്ച് ഏതാണ്ട് അതേ വേഗതയിൽ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും, അല്ലേ? ഇവിടെ ബോളിന് അതിൻ്റെ എനർജി നഷ്ടപ്പെടുന്നില്ല. സയൻസിൽ ഇതിനെ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് വിളിക്കാം. പ്രകാശത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെയ്ലി സ്കാറ്ററിംഗ്. പ്രകാശമാകുന്ന ഫോട്ടോൺ തന്മാത്രകളാകുന്ന ഭിത്തിയിലിടിച്ച് അതേ എനർജിയിൽ തിരിച്ചു വരുന്നു. അതുകൊണ്ട് പ്രകാശത്തിൻ്റെ നിറം മാറുന്നില്ല. ഓരോ നിറത്തിനും ഓരോ ഊർജ്ജമാണെന്ന് ഈ അവസരത്തിൽ ഓർക്കണം. ഊർജ്ജം കുറഞ്ഞ നിറങ്ങൾ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് പോലെയുള്ള നിറങ്ങളാണ്. ഊർജ്ജം കൂടിയ നിറങ്ങൾ നീല, വയലറ്റ് പോലെയുള്ള നിറങ്ങളും. എന്നാൽ ഒരു തവണ ഈ ഉറപ്പുള്ള കോൺക്രീറ്റ് ചുവരിലേക്ക് നിങ്ങൾ എറിയുന്ന പന്ത് ചുവരിൽ ചെന്ന് ഇടിച്ചതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ നിങ്ങളുടെ നേർക്ക് തിരിച്ചു വരുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾ ചുവരിലേക്ക് എറിഞ്ഞ പന്ത് വളരെ സ്പീഡ് കുറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടും കരുതുക. ഈ രണ്ട് സന്ദർഭങ്ങളും സാധാരണഗതിയിൽ നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവങ്ങളാണെന്ന് നമുക്കറിയാം. രാമൻ എഫക്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. രാമൻ സ്കാറ്ററിംഗ് എന്നത് ഒരു ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. പ്രകാശത്തിൻ്റെ ഫോട്ടോണുകൾ ദ്രാവകത്തിലെ തന്മാത്രയുമായി കൂട്ടിയിടിക്കുമ്പോൾ 99.999% ഫോട്ടോണുകൾ ഒന്നും സംഭവിക്കാതെ റെയ്ലി സ്കാറ്ററിംഗ് വഴി പുറത്തു പോകും. എന്നാൽ വളരെ അപൂർവമായി, അതായത് 1 കോടിയിൽ 1 ഫോട്ടോൺ എന്ന കണക്കിൽ ഒരു തന്മാത്രയുമായി ഒരു എനർജി കൈമാറ്റം നടത്തും. വളരെ റെയറാണത്. അതുകൊണ്ടാണ് ഈ പ്രതിഭാസം കണ്ടെത്താൻ ഇത്രയും ബുദ്ധിമുട്ടായി മാറിയത്. ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം നോക്കുമ്പോൾ ഈ ഊർജ്ജ കൈമാറ്റം 2 രീതിയിലാണ് സംഭവിക്കുന്നത്: സ്റ്റോക്സ് സ്കാറ്ററിങ്ങും ആൻറ്റി സ്റ്റോക്സ് സ്കാറ്ററിങ്ങും. ആദ്യം സ്റ്റോക്സ് സ്കാറ്ററിംഗ് എന്താണെന്ന് നോക്കാം. പ്രകാശം അഥവാ ഫോട്ടോൺ ഒരു തന്മാത്രയിൽ വന്ന് തട്ടുമ്പോൾ തന്മാത്രയെ ഒരു വിർച്വൽ സ്റ്റേറ്റിലേക്ക് ഉയർത്തുന്നു. അവിടെ അത് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നതിന് പകരം അതിലും ഉയർന്ന ഒരു വൈബ്രേഷൻ സ്റ്റേറ്റിലേക്കാണ് തന്മാത്ര വരുന്നതെങ്കിൽ അവിടെ തന്മാത്ര പ്രകാശത്ത് നിന്ന് കുറച്ച് എനർജി സ്വന്തമായി വലിച്ചെടുക്കും. അപ്പോൾ സ്വാഭാവികമായും പുറത്തേക്ക് സ്കാറ്റർ ചെയ്ത് വരുന്ന ഫോട്ടോണിന് ഊർജ്ജം കുറവായിരിക്കും. ഒരു 10 ജൂൾ എനർജി അങ്ങോട്ട് കൊടുത്തിട്ട് പുറത്തു വരുന്നത് 8 ജൂളേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഊർജ്ജം കുറയുക എന്ന് പറഞ്ഞാൽ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് കൂടി എന്നാണ് അർത്ഥം. ഇതിനെയാണ് നമ്മൾ സ്റ്റോക്സ് സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നീലപ്രകാശം കൊടുത്ത് പുറത്ത് കിട്ടുന്നത് വേവ് ലെങ്ത് കൂടിയ പച്ച ലൈറ്റ് ആയിരിക്കും. ഇതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഊർജ്ജം അതേ അളവിൽ തിരിച്ചു കിട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ കൊടുക്കുന്ന ഊർജ്ജത്തിൽ ഒരല്പം മോളിക്കൂൾ എടുത്ത ശേഷം ബാക്കി പുറത്ത് വിട്ടാലും കുഴപ്പമില്ല. പക്ഷേ രാമൻ സ്കാറ്ററിങ്ങിനെ പറ്റിയുള്ള ഏറ്റവും വിചിത്രമായ കാര്യം ഇനി പറയാൻ പോകുന്നതാണ്. നമ്മൾ തന്മാത്രയിലേക്ക് കൊടുക്കുന്ന ഊർജ്ജത്തെക്കാൾ കൂടുതൽ ഊർജ്ജം അത് പുറത്തേക്ക് വിടുന്നു. എന്നുവെച്ചാൽ എനർജി കുറഞ്ഞ വേവ് ലെങ്തുള്ള ഒരു നിറം കൊടുക്കുമ്പോൾ സ്കാറ്ററിങ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് എനർജി കൂടിയ വേവ് ലെങ്ത് കുറവായിട്ടുള്ള മറ്റൊരു നിറമായിരിക്കും. ഇതാണ് ആൻറ്റി സ്റ്റോക്ക് സ്കാറ്ററിംഗ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. തന്മാത്രയ്ക്ക് ചിലപ്പോൾ അത്യാവശ്യം നല്ല എനർജി ഉണ്ടായിരിക്കും. അതായത് അത് ഓൾറെഡി ഒരു ഉയർന്ന വൈബ്രേഷണൽ സ്റ്റേറ്റിലാണ് എന്ന് കരുതുക. നമ്മൾ കൊടുക്കുന്ന പ്രകാശം അല്ലെങ്കിൽ ഊർജ്ജം ഈ തന്മാത്രയിൽ പതിക്കുമ്പോൾ അത് കുറേ കൂടി ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് പോകും. പക്ഷേ തിരിച്ച് താഴ്ന്ന ഊർജ്ജ നിലയിലേക്ക് വരുമ്പോൾ ഈ തന്മാത്ര നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പോയി നിൽക്കും. അതിനർത്ഥം ഇപ്പോൾ അത് പുറത്തുവിടാൻ സാധ്യത കൂടിയ എനർജി ഉള്ള ഒരു ഫോട്ടോണിനെ ആയിരിക്കും എന്നാണ്. അതായത് വേവ് ലെങ്ത് കുറവായിരിക്കും. ഇതിനെയാണ് ആൻറ്റി സ്റ്റോക്സ് സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. സാധാരണയായി തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു പദാർത്ഥത്തിൽ ഉയർന്ന സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന തന്മാത്രകളാണ് എപ്പോഴും കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് ആൻറ്റി സ്റ്റോക്സിനെ അപേക്ഷിച്ച് സ്റ്റോക്സ് ലൈനുകൾക്കായിരിക്കും എപ്പോഴും ഇൻറ്റൻസിറ്റി കൂടുതൽ. രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ കൂടുതലും സ്റ്റോക്സ് സ്കാറ്ററിംഗ് ആണ് പഠിക്കാൻ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ പ്രകാശം ഒരു വസ്തുവിലൂടെ കടന്നു പോകുമ്പോൾ ആ വസ്തുവിലെ തന്മാത്രകളുടെ കമ്പനം, അതായത് വൈബ്രേഷൻ കാരണം പ്രകാശത്തിൻ്റെ നിറം അല്ലെങ്കിൽ എനർജി മാറുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ രാമൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ചെറിയ എനർജി മാറ്റം കണ്ടുപിടിക്കാൻ CV രാമൻ നടത്തിയ ആ 7 വർഷത്തെ കഠിനാധ്വാനമാണ് ശാസ്ത്ര ചരിത്രത്തിലെ സുവർണ അധ്യായം. ഇനി ഈ ഒരു കണ്ടുപിടുത്തം ലോകത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് നമുക്കറിയണം. പ്രകാശം തന്മാത്രകളിൽ തട്ടി എനർജി കൈമാറുന്ന ഈ പ്രതിഭാസം ഓരോ പദാർത്ഥത്തിലും ഓരോ രീതിയിലായിരിക്കും. ഉദാഹരണത്തിന് വെള്ളത്തിൽ പ്രകാശം സ്കാറ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാമൻ സ്പെക്ട്രം അല്ല ആൽക്കഹോളിലോ അല്ലെങ്കിൽ ബെൻസീനിലോ തട്ടുമ്പോൾ ഉണ്ടാവുക.
അതായത് ഓരോ തന്മാത്രയ്ക്കും ഓരോ വ്യത്യസ്തമായ മോളിക്കുലാർ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. മനുഷ്യന് വിരലടയാളം പോലെ ചിതറി വരുന്ന പ്രകാശത്തെ നിരീക്ഷിച്ച് ഏത് തന്മാത്രയാണെന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. ഈ സാങ്കേതികവിദ്യയാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്നറിയപ്പെടുന്നത്. 1930 തന്നെ ഇതൊരു പ്രധാന അനലിറ്റിക്കൽ ടൂളായി മാറി. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയെ അപേക്ഷിച്ച് ഇതിനൊരു വലിയ ഗുണമുണ്ട്. ജലാംശമുള്ള മിശ്രിതങ്ങളിൽ പോലും ഇത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. 1960കളിൽ ലേസർ സാങ്കേതികവിദ്യ വന്നതോടുകൂടി അതിശക്തമായ പ്രകാശം ഉപയോഗിച്ച് രാമൻ എഫക്റ്റ് കൂടുതൽ വ്യക്തമായി കാണാനും ഈ ടെക്നോളജി കൂടുതൽ ജനകീയമാകാനും തുടങ്ങി. ഇന്ന് ഈ സാങ്കേതികവിദ്യ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും സർപ്രൈസ് ആവും. എയർപോർട്ടുകളിലോ മറ്റോ ലഗേജിനുള്ളിൽ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളോ മയക്കുമരുന്നുകളോ ഉണ്ടോ എന്ന് സംശയം തോന്നിയാൽ ആ പ്ലാസ്റ്റിക് കവർ പൊട്ടിക്കാതെ തന്നെ പുറത്തുനിന്ന് ലേസർ അടിച്ച് രാമൻ സ്പെക്ട്രോസ്കോപ്പി വഴി ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കും. സീല് പൊട്ടിക്കാതെ തെളിവുകൾ ശേഖരിക്കാൻ ഇത് പോലീസിനെ സഹായിക്കുന്നു. ഇന്ന് അമേരിക്കൻ ഗവൺമെൻറ്റൊക്കെ വികസിപ്പിച്ചെടുത്ത റാമിറ്റ്സ് അഥവാ രാമൻ ഇൻറ്റഗ്രേറ്റഡ് ട്യൂണബിൾ സെൻസർ പോലെയുള്ള ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ചെറിയ ഹാൻഡ് ഹെൽഡ് ഡിവൈസുകൾ വരെ ഇതിനായി ലഭ്യമാണ്. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ ഇന്ന് രാമൻ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്നുണ്ട്. വലിയ സർജറികളോ ബയോപ്സിയോ ചെയ്യാതെ തന്നെ ശരീരത്തിലെ കോശങ്ങളിലെ ബയോ കെമിക്കൽ മാറ്റങ്ങൾ ലേസർ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച് രോഗം കണ്ടെത്താൻ ഇതിലൂടെ സഹായിക്കും. ചൊവ്വയിൽ ജീവൻ്റെ അംശമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പോകുന്ന ദൗത്യങ്ങളിൽ രാമൻ സ്പെക്ട്രോസ്കോപ്പി ഘടിപ്പിച്ച ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചൊവ്വയിലെ പാറകളും മണ്ണും വിശകലനം ചെയ്ത് അവിടെ ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ, കാലിസ്റ്റോ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകളിലും ഈ സാങ്കേതികവിദ്യ വലിയ പങ്ക് വഹിക്കും. 9ാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ ബുക്ക് ഓഫ് കെൽസ് പോലെയുള്ള വിലമതിക്കാനാവാത്ത പുരാതന രേഖകളിൽ ഉപയോഗിച്ചിരിക്കുന്ന മഷിയും പെയിൻറ്റും ഏതാണെന്ന് യാതൊരു കേടുപാടുകളും വരുത്താതെ അയർലൻഡിലെ ട്രിനിറ്റി കോളേജിലെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചത് രാമൻ സ്പെക്ട്രോസ്കോപ്പി വഴിയാണ്. പേപ്പറിന് ഒട്ടും കേടുപാടുകൾ സംഭവിക്കാത്ത നോൺ ഡിസ്ട്രക്റ്റീവായ ഒരു രീതിയാണിത്. കെമിക്കൽ ഇൻഡസ്ട്രികളിൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അത് മോണിറ്റർ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. എന്തിനേറെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങുമ്പോൾ അതിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കാൻ ശാസ്ത്രജ്ഞർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അപകടകരമായ ന്യൂക്ലിയർ മാലിന്യങ്ങൾ സുരക്ഷിതമായ അകലത്ത് നിന്ന് ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ വഴി നിരീക്ഷിക്കാനും രാമൻ എഫക്റ്റ് നമ്മളെ സഹായിക്കുന്നു. കാർബൺ നാനോ ട്യൂബുകളുടെ സവിശേഷതകൾ പഠിക്കാനും സ്ട്രെസ് അളക്കാനും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഒരു ഇന്ത്യക്കാരൻ്റെ കണ്ടുപിടുത്തം ഉപയോഗിക്കാത്ത ശാസ്ത്ര മേഖലകൾ ഇന്ന് ലോകത്തിലില്ല എന്ന് തന്നെ പറയാം. CV രാമൻ്റെ ഈ കണ്ടുപിടുത്തം പുറത്തു വന്ന ഉടനെ തന്നെ ലോകം മുഴുവൻ അത് ഏറ്റെടുത്തു. അദ്ദേഹം കോപ്പികൾ അയച്ചു കൊടുത്ത ശാസ്ത്രജ്ഞരിൽ പലരും ഈ പരീക്ഷണം ആവർത്തിച്ച് ചെയ്തു നോക്കി ഈ പുതിയ തിയറി ഉറപ്പിച്ചു. ശാസ്ത്രലോകം എത്രത്തോളം ഇതിനെ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ ഒരു കണക്ക് പറയാം. രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച് വെറും 7 വർഷം കൊണ്ട് ഈ വിഷയത്തിൽ മാത്രം 700-ലധികം റിസർച്ച് പേപ്പറുകളാണ് ലോകമെമ്പാടും പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അങ്ങനെ 1930-ൽ ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ അംഗീകാരമായ നൊബേൽ സമ്മാനം CV രാമനെ തേടിയെത്തി. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഏഷ്യയിൽ നിന്ന് തന്നെ നാച്ചുറൽ സയൻസിൽ ഒരു നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയായി CV രാമൻ മാറി. ഒരു കണ്ടെത്തൽ നടത്തി ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നൊബേൽ സമ്മാനം ലഭിച്ച അപൂർവ നേട്ടവും ഇതിനാണ്. 1928-ൽ കണ്ടുപിടിച്ചു, 1930-ൽ നൊബേൽ സമ്മാനം കിട്ടി. വളരെ രസകരമായൊരു കാര്യമുണ്ട്. തനിക്ക് നൊബേൽ കിട്ടുമെന്ന് രാമൻ അത്രയ്ക്ക് ഉറപ്പായിരുന്നു. അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹം പുരസ്കാരം വാങ്ങാൻ സ്റ്റോക്ക്ഹോമിലേക്കുള്ള കപ്പൽ ടിക്കറ്റ് അഡ്വാൻസായി ബുക്ക് ചെയ്തിരുന്നു. അതാണ് തൻ്റെ റിസർച്ചിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. പിന്നീട് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് സർ പദവി നൽകി ആദരിച്ചു. 1998-ൽ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി ഈ കണ്ടുപിടുത്തത്തെ ഒരു ഇൻ്റർനാഷണൽ ഹിസ്റ്റോറിക് കെമിക്കൽ ലാൻഡ്മാർക്കായി പ്രഖ്യാപിച്ച് ആദരിക്കുകയുണ്ടായി. രാമൻ എഫക്റ്റ് എന്നത് വെറുമൊരു സയൻസ് സിലബസിലെ പാഠഭാഗം മാത്രമല്ല, അതൊരു വലിയ മുന്നേറ്റമാണ്, ചരിത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1920-കളിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ശാസ്ത്ര പഠനത്തിനായി യാതൊരുവിധ അഡ്വാൻസ്ഡ് ടെക്നോളജിയോ ഫണ്ടോ ഇല്ലാത്ത ഒരു ഇന്ത്യ. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ശാസ്ത്രജ്ഞർ വലിയ വലിയ ലാബുകളിൽ കോടികൾ ചിലവാക്കി ഗവേഷണം നടത്തുമ്പോഴാണ് പടിഞ്ഞാറൻ ലോകത്തു നിന്നും ആയിരക്കണക്കിന് മൈലുകൾ അകലെ കൊൽക്കത്തയിലെ ഒരു ചെറിയ മുറിയിൽ CV രാമൻ ഈ അത്ഭുതം കാണിച്ചത്. കാണാൻ വളരെ ലളിതമായൊരു പരീക്ഷണത്തിലൂടെയായിരുന്നു അദ്ദേഹം ഈ മഹാദൗത്യം ലോകത്തിന് മുന്നിൽ തുറന്നിട്ടത്. ചരിത്രകാരനായ ജഗദീഷ് മെഹ്റ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ശാസ്ത്രം ഒരു കരിയറാക്കാൻ ആരും തയ്യാറല്ലാത്ത ഒരു കാലത്ത് ഗാന്ധിജിയെയും നെഹ്റുവിനെയും പോലെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഒരു ഹീറോയായി മാറുകയായിരുന്നു രാമൻ. ആധുനിക ലബോറട്ടറികളോ ലക്ഷങ്ങൾ വിലയുള്ള ഉപകരണങ്ങളോ അല്ല ഒരു ശാസ്ത്രജ്ഞനെ സൃഷ്ടിക്കുന്നത്. ചുറ്റുപാടും കാണുന്ന കാഴ്ചകളെ സ്വന്തമായി ചോദ്യം ചെയ്യാനുള്ള ഒരു മനുഷ്യൻ്റെ അടങ്ങാത്ത ജിജ്ഞാസയാണ്. കടലിൻ്റെ നിറത്തെക്കുറിച്ചുള്ള റെയിലിയുടെ തിയറിയിൽ വിശ്വാസം വരാതെ കയ്യിലൊരു കുഞ്ഞു പ്രസവം വെച്ച് കടലിലേക്ക് നോക്കിയ രാമൻ്റെ ആ നോട്ടമാണ് ഇന്ത്യയെ ലോകശാസ്ത്ര ഭൂപടത്തിൻ്റെ നെറുകയിലെത്തിച്ചത്. പക്ഷേ ഇന്ന് ഇന്ത്യക്കാരായ നമ്മൾ സ്വയം ചോദിക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു ചോദ്യമുണ്ട്.
ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വിദ്യാഭ്യാസം നേടി ഇന്ത്യയിൽ തന്നെ റിസർച്ച് ചെയ്ത് ശാസ്ത്രത്തിൽ ഒരു നൊബേൽ സമ്മാനം നേടിയ ഒരേ ഒരു വ്യക്തി ഇപ്പോഴും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും CV രാമൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് ശാസ്ത്രത്തിൽ നമുക്കൊരു രണ്ടാമത്തെ നൊബേൽ സമ്മാന ജേതാവിനെ ഇവിടെ നിന്ന് സൃഷ്ടിക്കാൻ കഴിയാത്തത്? അതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? അതോ വെറുതെ കാണാപ്പാഠം പഠിച്ച് CBSE അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് പരീക്ഷകളിൽ 100-ൽ 100 മാർക്ക് വാങ്ങാൻ മാത്രമാണോ നമ്മളവരെ യന്ത്രങ്ങളെപ്പോലെ ട്രെയിൻ ചെയ്യിക്കുന്നത്? കുട്ടി ഒരു സംശയം ചോദിച്ചാൽ അതൊന്നും സിലബസിലില്ല, പരീക്ഷയ്ക്ക് വരില്ല, അതുകൊണ്ട് പഠിക്കണ്ട എന്ന് പറയുന്ന അധ്യാപകരും മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം ഇവിടെ പുതിയ രാമന്മാരുണ്ടാവില്ല. കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കുന്നുവെന്ന് വീരവാദം മുഴക്കിക്കൊണ്ട് സിലബസ് ഭാഗങ്ങൾ വെട്ടിമാറ്റുന്ന ഗവൺമെൻറ്റുകളും സമാനതകളില്ലാത്ത ദ്രോഹമാണ് അടുത്ത തലമുറകളോട് ചെയ്യുന്നത്. റിസർച്ചിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം വളരെ കുറവാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബുദ്ധി കേന്ദ്രങ്ങൾ നമ്മുടെ IITകളിൽ നിന്നും മറ്റ് സർവകലാശാലകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ജീനിയസുകൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ചേക്കേറുന്നു. ബ്രെയിൻ ട്രെയിൻ എന്ന ഓമന പേരിട്ട് നമ്മൾ ഇന്ന് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ രാജ്യം വിട്ടു പോകാൻ കാരണം അവർക്ക് ഗവേഷണം നടത്താനുള്ള ഫണ്ടോ സ്വാതന്ത്ര്യമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെ ലഭിക്കുന്നില്ല എന്ന കാരണം കൊണ്ടാണ്. ഈ അവസ്ഥ മാറേണ്ടതുണ്ട്. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ശാസ്ത്രമെന്നത് വലിയ പുസ്തകങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. പെയ്യുന്ന മഴയിലും വീഴുന്ന ഇലയിലും ആകാശത്തിൻ്റെ നിറത്തിലും, എന്തിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ വരെ സയൻസ് ഉണ്ട്. ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ ആ ജിജ്ഞാസയെ ഒരിക്കലും മരിക്കാൻ അനുവദിക്കരുത്. ഒരു പക്ഷേ നാളത്തെ CV രാമൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. മറ്റൊരു രസകരമായ ശാസ്ത്ര വിഷയവുമായി അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.